ഹായ് ഓൾ, വെൽക്കം ടു ഗാർഡനിങ് ഗൈഡ്. ഞാൻ അതുല്യ രവീന്ദ്രൻ. അപ്പം ഇലച്ചെടികൾ വളർത്താനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ഗാർഡൻ മനോഹരമാക്കാൻ പറ്റുന്ന ഒരു ഇലച്ചെടികളാണ് കലാത്തിയാസ്. അപ്പോൾ കലാത്തിയാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഒരുപോലുള്ള കലാത്തിയാസൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മുടെ ഗാർഡൻ നല്ല സൂപ്പറാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഒരു കലാത്തിയ ചെടി ഉണ്ടെങ്കിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഒരുപാട് കലാത്തിയ ചെടികൾ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എങ്ങനെ സക്സസ്ഫുള്ളി നമുക്ക് കലാത്തിയ പ്ലാന്റ്സിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന പ്ലാന്റ്സിനെ എങ്ങനെയാണ് നമ്മൾ റീപ്പോർട്ട് ചെയ്യാമെന്നും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 4-5 മാസം കഴിഞ്ഞിട്ടുള്ള കലാത്തിയ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തും കൂടി ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരുപാട് പേർക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ചാനലിൽ പോയിട്ട് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം ഇത് സ്ട്രോമാന്തി ട്രയോസ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കലാത്തിയാണ്. അപ്പം ഈ കലാത്തിയുടെ പ്രൊപ്പഗേഷനാണ് ആദ്യമായിട്ട് കാണിക്കുന്നത്. അപ്പം ഈ കലാത്തിയ നമ്മൾ ചട്ടി നിറഞ്ഞിരിക്കുന്ന ഒരു കലാത്തിയെ വേണം പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യാൻ. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മണ്ണിൽ ഒരുപാട് ഇങ്ങനെ ഇളപ്പുകൾ പൊട്ടി മുളച്ചിങ്ങനെ നിൽക്കുന്നത്, ഒരുപാട് ചെറിയ ചെറിയ തൈകൾ അതിൽ കാണാൻ പറ്റും. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കലാത്തിയെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ ഇത് കലാത്തിയ റൂഫിമാർബ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റാണ്. ഈ പ്ലാന്റും നമ്മൾ സെയിം പോലെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതായത് പ്രൊപ്പഗേഷൻ ബൈ ഡിവിഷനാണ് നമ്മളത് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരുപാട് തൈകൾ ഇതുപോലെ ചട്ടിയിലെ മണ്ണിൽ നിറഞ്ഞ് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ വേരുകളൊന്നും പൊട്ടാണ്ട് തന്നെ ആ ഒരു എൻ്റയർ ചെടി നമുക്ക് ചട്ടിയിൽ നിന്ന് എടുക്കണം. അത് ഈ ഒരു ചട്ടി കുറച്ച് നേരം വെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ നമുക്ക് വേര് പൊട്ടാതെ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ചട്ടിയുമ്പോൾ ഒന്ന് തട്ടിയിട്ടും ചെറിയ വടി കൊണ്ടൊക്കെ മണ്ണ് ഇളക്കിയിട്ടൊക്കെ നമുക്ക് പൊട്ടിച്ചെടുക്കാം. അങ്ങനെ ആ ചെടി ഫുള്ളായിട്ട് അതിൽ നിന്ന് എടുത്തതിന് ശേഷമാണ് നമ്മളിതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കേണ്ടത്. പിന്നെ ഇതുപോലുള്ള കിഴങ്ങുകളും ചെടിയുടെ ഉള്ളിലുണ്ടായിരിക്കും. അപ്പോൾ ആ കിഴങ്ങുകളും നോക്കിയിട്ട് നമുക്ക് കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ചെടികൾ പൊട്ടിമുളച്ച് വരും. അങ്ങനെ നമുക്ക് ഈ തൈകളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ പോട്ടി മിക്സ് ആയിട്ട് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് മണ്ണും പിന്നെ മണലും ചാണകപ്പൊടിയും പെർലൈറ്റ് ഉണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ധാരാളം മണൽ ഇടകലർത്തിയിട്ട് മണ്ണും മണലും കൂടി ഇടകലർത്തിയിട്ട് വേണം ഈ പോട്ടി മിക്സ് തയ്യാറാക്കാനായിട്ട്. പിന്നെ നല്ല വെള്ളം വാർന്നു പോകുന്ന മണ്ണും നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ 50% മണ്ണും അതുപോലെ ഒരു 40% മണലും 10% ചാണകപ്പൊടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജൈവവളം, അതാണ് ഞാനിവിടെ കലാത്തിയയ്ക്ക് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നത്. പിന്നെ പെർലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതായത് വായുസഞ്ചാരം കൂട്ടാനായിട്ട് നമ്മൾ പോട്ടി മിക്സിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ ആ കാര്യങ്ങളൊക്കെ കലാത്തിയയുടെ പോട്ടി മിക്സിൽ നമ്മൾ ചെയ്തു കൊടുക്കണം. ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കുന്ന മണ്ണിൽ കലാത്തിയ ചെടികൾ നടരുത്. നട്ട് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അത് കഴിഞ്ഞ് ചെടി തണലത്ത് വയ്ക്കണം. ഒരിക്കലും പിന്നെ സൂര്യപ്രകാശത്തിൻ്റെ ഇതിൽ കുറച്ച് ദിവസങ്ങളിൽ വെക്കരുത്. കുറച്ച് നേരം തണലത്തിരുന്ന് ചെടികളെല്ലാം നന്നായി പിടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ വെയിലത്തേക്ക് എടുത്ത് വയ്ക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇത് ഒരു 4 മാസം കഴിഞ്ഞിട്ടുള്ള അപ്ഡേറ്റ് ആണ്. അതേ സെയിം നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരുന്ന പ്ലാന്റ്സ് തന്നെയാണിത്. ഇതൊക്കെ നല്ല ലഷായിട്ട് വളർന്നിട്ടുണ്ട്. ഇതിൻ്റെയും ചോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെയും അതിൻ്റെ ഉള്ളിൽ കൂടെ അതിൻ്റെ അടിയിൽ നിന്നും വേറെ ഇളപ്പുകൾ പൊട്ടിമുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരുപാട് കലാത്തിയാസ് ഇനി ഇതും പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് കലാത്തിയാസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് തന്നെയാണ് എല്ലാ കലാത്തിയാസും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരു 4 മന്തിന് ശേഷമുള്ള അപ്ഡേറ്റ് ആണ്. അപ്പം ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് പ്രൊപ്പഗേഷൻ ആയിരുന്നു. ഇനി മെൻ്റിൽ കുറച്ചും കൂടി കലാത്തിയ ചെടികളുണ്ട്. അപ്പം അത് റീപ്പോർട്ട് ചെയ്യണതും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും എങ്ങനെയാണെന്ന് കാണിക്കാം.
അപ്പം ഇതെല്ലാം തന്നെ ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കലാത്തിയാസാണ്. ഒരുപാട് നാളായിട്ട് ഇതൊന്നും വേറെ നട്ടിട്ടില്ല. അപ്പം റീപോർട്ട് ചെയ്യുമ്പോൾ നമ്മളെടുക്കുന്ന ആ ചട്ടീനേക്കാളും, അതായത് ഓൾറെഡി കലാത്തിയാസ് ഉണ്ടായിരുന്ന ചട്ടീനേക്കാളും കുറച്ചും കൂടി ഇത് വലിയ ചട്ടി സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. പോട്ടി മിക്സായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മണ്ണും അതുപോലെ ധാരാളം മണലും മറ്റേ ഏതെങ്കിലും ഒരു അടിവളവും ചേർത്തിട്ട്, വേപ്പിൻ പിണ്ണാക്കോ ചാണകപ്പൊടിയോ ചേർത്തിട്ട്, പെർലൈറ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. അതും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കി എടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഈ നടുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഇളപ്പ് അല്ലെങ്കിൽ ചെറുതായിട്ട് അതിൽ നിന്ന് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഡിവൈഡ് ചെയ്ത് വെക്കുക. അതായത് ഒരുപാട് ലഷായിട്ടാണ് ചെടി നിൽക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു ഇളപ്പ് അതിൽ നിന്ന് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മദർ പ്ലാന്റ് ഏതെങ്കിലും സാഹചര്യം കൊണ്ട് നശിച്ചു പോയാലും നമ്മുടെ അതിൻ്റെ ഒരു ചെറിയൊരു ഇളപ്പ് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് തൈ ബാക്കി ഉണ്ടാവും. അപ്പം ഞാനിത് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എടുത്തൊരു ചെടി വേറെ എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കാറുണ്ട് എപ്പോഴും റീപോർട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ റീപോർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വേര് പൊട്ടാതെ തന്നെ ഈ ചട്ടിയിൽ നിന്ന് എടുക്കുക. അല്ലെങ്കിൽ ചട്ടി കുറച്ച് നേരം ഈ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണ് നനയും, അങ്ങനെയൊക്കെ എടുക്കാം. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ തട്ടി തട്ടി എടുക്കുകയാണ് പതിവ്. അപ്പം ഇതെല്ലാം തന്നെ ഈ കാണുന്ന തൈകളെല്ലാം തന്നെ ഞാൻ റീപോർട്ട് ചെയ്യുന്ന സമയത്ത് എടുത്തു വെച്ചതാണ്. ചെറിയൊരു തൈകളാണ്, അതിപ്പോൾ ഇത്തിരി ആയിരിക്കും. പിന്നെ നമ്മളത് സൂക്ഷിച്ച് വളർത്തിക്കൊണ്ട് വന്ന് ഇതും നല്ല ലഷായിട്ടുള്ളൊരു ചെടികളായിട്ട് മാറും. അപ്പോൾ അതും ഇങ്ങനെ നട്ട് കൊടുക്കുകയാണ്. അങ്ങനെ റീപോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ധാരാളം വെള്ളം ഒഴിക്കണം. എന്നിട്ട് ചെടികളെല്ലാം തന്നെ നമുക്കൊരു ഷെയ്ഡഡ് ഏരിയയിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.